വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫിൽറ്റർ ഇല്ലാതെ എങ്ങനെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ ചെയ്യുന്ന മാതിരിയാണ് നമ്മളൊന്ന് ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങനെ ഫിൽറ്ററൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതേപോലെ. അപ്പോൾ അര ഗ്ലാസ് പാല് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം ഞാൻ അര ഗ്ലാസ് ഉള്ളത് തിളപ്പിച്ചു. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടേണ്ടത് കോഫി പൗഡർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് നെസ്കഫേയുടെ കോഫി പൗഡർ അല്ലെങ്കിൽ ബ്രൂ അങ്ങനത്തെ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുക വെള്ളം തിളയ്ക്കുമ്പോൾ. എന്നിട്ട് നല്ലവണ്ണം വെട്ടിത്തിളക്കണം. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ, തമിഴ്നാട്ടിലെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നല്ല പതപ്പിച്ചിട്ട് അവരിങ്ങനെ തരും. നല്ല മധുരമായിരിക്കും, നല്ല പാലുമായിരിക്കും, നല്ല ഫിൽറ്റർ കോഫി ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തു. നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ തീ ഓഫാക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് പാലും അതേപോലെ തന്നെ വെട്ടിത്തിളച്ച് പതഞ്ഞ് വരണം പാല്. ഓക്കെ. അപ്പോൾ നമ്മൾ കോഫി മാറ്റി വെച്ചു. ഇനി പാല് നമ്മൾ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പഞ്ചസാര നമുക്ക് ആവശ്യമുള്ളത്ര, ഞാനിത് എൻ്റെ മോനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ പഞ്ചസാര പാലിൽ ഇട്ട ശേഷം നല്ലവണ്ണം അത് തിളച്ചിട്ട് പതഞ്ഞ് വരും. അപ്പോഴാണ് നമ്മൾ തീ ഓഫാക്കാൻ വേണ്ടത്. വെറുതെ തിളച്ച ഉടനെ ഓഫാക്കരുത്. പതഞ്ഞ് വരുമ്പോൾ മാത്രമേ നമ്മളത് പാല് ഓഫാക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ കോഫിക്ക് ആ ഒരു പത വരിക. അപ്പോൾ ഇത് കണ്ടോ, നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ തിളച്ച പാലെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുക. നമ്മളതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇനി അതിലേക്ക് നമ്മൾ ആ തിളച്ച വെച്ച ആ കോഫിയുടെ ആ ഒരു സംഭവം അതിലേക്ക് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് 2 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വലിച്ച് നീട്ടിയിട്ട് ഒന്ന് അടിക്കുക. കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും നമ്മൾ അടിക്കുമ്പോൾ മാത്രമേ അതിന് ഏറ്റവും ടേസ്റ്റ് വരുള്ളൂ, നല്ല പതഞ്ഞും വരുള്ളൂ. അപ്പോഴാ ഒരു കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനായിട്ട് ഇനി ഫിൽറ്ററൊന്നും ആവശ്യമില്ല. നമുക്കിതേ കണ്ടല്ലോ, നമ്മളത് റെഡി ആയിട്ടുണ്ട് സംഭവം. ഇപ്പം ഞാനത് വീണ്ടും ഒരു അടി കൂടി അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ലവണ്ണം പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു സ്റ്റീൽ ബൗളിലാണ് പ്രസൻറ്റ് ചെയ്യുക. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സും അതിനെ പറ്റിയൊരു ബൗളും എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നിങ്ങൾ ഫിൽറ്ററൊന്നും പോയി മേടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഫിൽറ്റർ ഇല്ലാത്തതിന് നല്ല അടിപൊളി ഫിൽറ്റർ കോഫി ഉണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്